അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ദുറൂസു തസ്കിയയിലെ ഉലൂമുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞു അല്ലേ? വഹീനെ കുറിച്ചായിരുന്നു. വഹീൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു വഹി എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ബാക്കി റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈത്തിഹി ഖായിഫൻ മദ്ഊറ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഖുർആ ബിസ്മി ഓതിക്കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഭയവിഹ്വലനായി ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അണച്ചുകൂട്ടലിലൊക്കെ പെട്ട് വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു മുത്തുനബിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈത്തിഹി, ആ പേടിയോടുകൂടി എന്ത് ചെയ്തു? ഖായിഫൻ മദ്ഊറ, ഭയവിഹ്വലനായി പേടിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങി മുത്തുനബി. ഫസമ്മലത്തുഹു ഖദീജത്തു ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പുതപ്പിട്ട് മൂടിക്കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വസല്ലത്തുഹു ഹത്താ ദഹബ അൻഹു റഉ, ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രക്ഷയായി അവിടെ കഴിഞ്ഞുകൂടാണ്. ഏതുവരെ? ഹത്താ ദഹബ അൻഹു റഉ, പേടി മാറുന്നത് വരെ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സംസാരങ്ങളും നല്ല മോട്ടിവേഷനൊക്കെ കൊടുത്ത് എങ്ങനെയായിരിക്കണമെന്ന്, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. സുമ്മ അറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി അന്നല്ലദീ ജാഅഹു മലക്കുൻ വഅന്നമാ ഖറഅഹു വഹ്യുൻ മിനല്ലാഹി തആല. എന്താണ് മനസ്സിലായത്? അന്നഹു ജാഅഹു മലക്കുൻ, എൻ്റെ അടുത്ത് വന്നതൊരു മലക്കാണെന്ന് മനസ്സിലായി. അന്നമാ ഖറഅഹു വഹ്യുൻ മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്നുള്ള ഖുർആനിക ആയത്താണ് എനിക്ക് ഓതി കേൾപ്പിച്ചത് എന്നത് മനസ്സിലായി. വഹിയിൽ നിന്നുള്ള വഹിയോട് കൂടിയുള്ള ഖുർആനാണ്, വഹിയാണ് എനിക്ക് ഓതി കേൾപ്പിച്ചത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി. ഫറജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യറൽ മലക സാനിയൻ വഅൻ യഖ്ബൽ വഹ്യു മിൻഹു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്തിന്? രണ്ടാമതും മലക്കിനെ കാണണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. വഅൻ യഖ്ബൽ വഹ്യു മിൻഹു, വഹിയിൽ നിന്ന് രണ്ടാമതും മലക്കിൽ നിന്ന് രണ്ടാമതും വഹി സ്വീകരിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കിനെ കാത്തിരുന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ലാക്കിന്നെങ്കിലും ലം യജ്അ ജിബ്രീലു അലൈഹിസ്സലാം ബഅദഹു ഇല്ലാ ബഅദ 40 യൗമൻ, ലാക്കിന്നെങ്കിലും ലം യജ്അ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതില്ല ബഅദഹു ഇല്ലാ ബഅദ 40 യൗമൻ, ഈ ഒന്നാമത്തെ വഹി കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ടല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയും കൊണ്ടുവന്നില്ല. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും പ്രതീക്ഷിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമല്ലോ, ഒന്ന് വന്നീനെങ്കിൽ, ഒന്ന് വഹി ലഭിച്ചീനെങ്കിൽ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി മുത്തുനബി കാത്തിരുന്നു. പക്ഷേ 40 ദിവസത്തിന് ശേഷം മാത്രമേ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമതും വന്നതുള്ളൂ. തുസമ്മ ഹാദിഹിൽ ഫത്റത്തു ഫത്റത്തുൽ വഹി, ഈ ഇടവേളക്കാണ് ഫത്റത്തുൽ വഹി എന്ന് പറയുക. ഫത്റത്തുൽ വഹി കേട്ടോ. സുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഫിൽ മറത്തി സാനിയ, രണ്ടാമത്തെ പ്രാവശ്യം. യജ്ലിസു ബൈന സമാഇ വൽ അർള് ഹലൽ കുർസി, രണ്ടാമത്തെ പ്രാവശ്യം ആകാശഭൂമികൾക്കിടയിൽ ഒരു കുർസിയിൻ്റെ മേലിരിക്കുന്ന രൂപത്തിൽ, ഒരു
ഒരു കസേരയിലിരിക്കുന്ന രൂപത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം വെക്കാം നമുക്ക്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇരിക്കുന്നതായിട്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഫഅസ്റാ ഖായിഫൻ ഇലാ ബൈതിഹി ഫഖാല ദസ്സിറൂനി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് ഓടിപ്പോയി. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ജസ്സിറൂനി, എന്നെ പുതപ്പിക്കൂ എന്ന് മഹദിയായ ഖദീജ ബീവിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം വഖറഅ. അങ്ങനെ അപ്പോൾ അവിടുന്ന് ഓതിക്കൊടുത്തു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അങ്ങനെ ഇലാ സബ്ഇ ആയത്തിൻ, അങ്ങനെ മുദ്ദസ്സിർ സൂറത്തിൻ്റെ 1-2 ആയത്തുകൾ, 1 മുതൽ 7 വരെയുള്ള ആയത്തുകൾ എന്ത് ചെയ്തു, ഓതിക്കൊടുത്തു. ഫകാന ഹാദാ അംറൻ ബിത്തബ്ലീഗി മിനല്ലാഹി തആല. ഇതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശത്തിൽപ്പെട്ട ഏറ്റവും വലിയ നിർദ്ദേശമായ തബ്ലീഗ് കൊണ്ടുള്ള കൽപ്പന. അതായത് നിങ്ങൾ പ്രബോധനം ചെയ്യണം, നിങ്ങൾ ദഅവത്ത് നടത്തണം, തബ്ലീഗ് ചെയ്യണം, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കണം, അള്ളാഹുവിൻ്റെ ദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെന്നുള്ള തബ്ലീഗിൻ്റെ കൽപ്പന ആയിരുന്നു ഈ രണ്ടാമത്തെ വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അജിബുണ്ട്. അപ്പോൾ ആ പാഠം എഴുതുക, അതിലുള്ള വരുന്ന അജിബുകൾ, മാതാ കാന ബദഉൽ വഹി, പാഠം ശരിക്കും എഴുതി പഠിച്ചാൽ തന്നെ ഇതിലുള്ള ചോദ്യങ്ങൾ ഓക്കെയാണ്. എന്താ മാതാ കാന ബദഉൽ വഹി, വഹീൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? 2 കം കാനത്ത് മുദ്ദത്തുർ റുഅ്യ ഖബല നുസൂലിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് പിന്നെ എത്ര വർഷമാണ് ആ കാലാവധി ഉണ്ടായത്, സമയം എത്രയാണ് പിടിച്ചത്? പിന്നെ 3 കാന യഖ്ലു അയ്യാമൻ ഐന വലിമ, മുത്തുനബി ഒറ്റയ്ക്ക് ഇരുന്നില്ലേ, എത്ര ദിവസം, എവിടെ, എങ്ങനെ? 4 കം മറത്തൻ ഖാല ജിബ്രീൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ, എത്ര പ്രാവശ്യമാണ് ഇഖ്റ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തത്? മാദാ കാന ജവാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കുല്ലി മറ, ഓരോ പ്രാവശ്യത്തിൻ്റെയും ജവാബ് എന്തായിരുന്നു? കാന ഹാദാ ബിദായത്തു നുസൂലിൽ ഖുർആൻ മാദാ, എങ്ങനെയായിരുന്നു ഖുർആനിൻ്റെ ഇറക്കം, എപ്പോഴായിരുന്നു അതുണ്ടായിരുന്നത്? തുസമ്മാ ഹാദിഹിൽ ഫത്രത്തു ഫത്രത്തുൽ വഹി, അയ്യു ഫത്രത്തിൻ ഹാദി, ഇത് ഈ ഫത്രത്തുൽ വഹി എന്ന് പറയപ്പെടുന്ന നാമം എന്തുകൊണ്ടാണ്? എത്രയാണ് അതിൻ്റെ ഇടവേള? കാന ഖാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ സാനിയൻ, 2ാമത്തെ പ്രാവശ്യം മുത്തുനബി ഭയന്നപ്പോൾ മത്ത എന്ത് ചെയ്തു? 9 കാന ഹാദ അംറൻ ബിത്തബ്ലീഗ് മാദാ, തബ്ലീഗ് കൊണ്ടുള്ള കൽപ്പന ആയിരുന്നു. മാതാ, എന്താണ് കൽപ്പന? യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞുള്ള അത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പാഠം എഴുതി നല്ല കുട്ടികളായി പഠിച്ച് അർത്ഥം വെച്ച് എഴുതി വിടുക. അതോടൊപ്പം തന്നെ വീട്ടിൽ ഈ വർഷത്തിൻ്റെ പഠനം പാഠ്യവർഷം ഇവിടെ അവസാനിക്കാനായി അല്ലേ? ഈ വർഷം കഴിയാൻ നിൽക്കുകയാണ്, ഡിസംബറായി. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഈ വർഷത്തെ സ്കൂൾ ജീവിതമുള്ളൂ. അപ്പോൾ എന്ത് പഠിച്ചു നമ്മൾ? ഓൺലൈൻ ക്ലാസ്സാണ്. നമുക്ക് ടീച്ചേഴ്സിനും ഉസ്താദന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ റൂട്ടിൽ കയറാത്ത കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ കുറേ ഉണ്ട്. ഒരു പരീക്ഷ പോലും എഴുതാത്തവരുണ്ട്. എന്തുകൊണ്ട് പരീക്ഷ എഴുതിയില്ലാന്ന് ചോദിച്ചിട്ട് മറുപടി തന്നിട്ടില്ല. ചോദിച്ച അമ്മമാർക്കും മറുപടി ഇല്ല. നമ്മളിപ്പോൾ ഇനി എന്താ ചെയ്യുക? പെരയിൽ ഒന്നാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എഴുതിപ്പിച്ച് നമുക്ക് നടക്കൂലല്ലോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ അലസതയൊക്കെ നമ്മൾ വെടിയണം. അലസത വെടിഞ്ഞെന്ത് ചെയ്യണം? നമ്മൾ ഉഷാറാവണം, കാര്യഗൗരവത്തിലേക്ക് കിടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കണം, നല്ല കുട്ടികളാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.